വിവാദങ്ങൾക്കിടെ നടന്ന മുഖ്യമന്ത്രി പി.വി. അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി.വി. അൻവർ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിർണായക കൂടിക്കാഴ്ച സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് നടന്നത്. ചില വെളിപ്പെടുത്തലുകൾ കൂടി കൃത്യമായ തെളിവുകൾ കൂടി നൽകിക്കൊണ്ടായിരിക്കും. ഇതുവരെ ഈ വിഷയത്തിൽ താൻ മുന്നോട്ട് വച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളിന്മേലുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ടാകുമോ, കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ പക്ഷേ അൻവറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞേക്കും. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്ന് വ്യക്തവുമല്ല. ഏതായാലും ഉച്ചവാർത്ത തുടങ്ങുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം ഈ മണിക്കൂറിലെ. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി അൻവർ കൂടിക്കാഴ്ച. നിർണായക കൂടിക്കാഴ്ച സെക്രട്ടേറിയറ്റിൽ. MLA അനുനയിപ്പിക്കുമെന്നും സൂചന. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവതരമെന്ന് LDF കൺവീനർ. പി ശശിക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ. MR അജിത് കുമാറിനും പി ശശിക്കും കുടപിടിച്ച് മുഖ്യമന്ത്രി. ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സ്ഥാനചലനമില്ല. DGPയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘം അന്വേഷിക്കും. കണ്ണിൽ പൊടിയിടാൻ സുജിത് ദാസിനെ മാറ്റി. കടുത്ത അതൃപ്തി അറിയിച്ച് DGP. മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് K സുരേന്ദ്രൻ. തൃശൂർ പൂരത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് ഗൂഢാലോചന നടത്തി. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് VD സതീശൻ. കരിപ്പൂരിൽ പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ അന്വേഷണം ആരംഭിച്ച് കസ്റ്റംസ്. പിടികൂടിയ സ്വർണത്തിന്റെ അളവിൽ പൊരുത്തക്കേടുകളെന്ന് കണ്ടെത്തൽ. അന്വേഷണം സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നപ്പോൾ. രജിസ്റ്റർ ചെയ്തത് 100-ലധികം കേസുകളിൽ. ലൈംഗികാരോപണ കേസിൽ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത്. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ ഹർജി നൽകി. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിൽ. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് പുറപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശനം ബ്രൂണയും സിംഗപ്പൂരിലും. കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുക ലക്ഷ്യം. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിൽ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. കുഞ്ഞിനെ കൊന്നത് അമ്മയുടെ സുഹൃത്ത് രതീഷ്. രതീഷിന് കൈമാറിയത് അനാഥാലയത്തിന് നൽകാനെന്ന് അമ്മ ആശ. ഏറ്റവും ഒടുവിലും ഏറ്റവും പ്രസക്തമായതുമായ വാർത്തയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പി.വി. അൻവർ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ സമയത്താണ് സെക്രട്ടേറിയറ്റിലേക്ക് കൂടിക്കാഴ്ചയ്ക്ക് പി.വി. അൻവർ എത്തിയത്. പി.വി. അൻവറിന് മുന്നേ KT ജലീലും സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നു. ജലീൽ എത്തിയത് MLA ഹോസ്റ്റലിൽ നിന്ന് പി.വി. അൻവറിനെ കണ്ട ശേഷം എന്നുകൂടി അറിയുന്നുണ്ട്. KT ജലീൽ ഹോം സെക്രട്ടറിയെയും കണ്ടു. MLA ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് ശാലിനിയും സെക്രട്ടറിന് മുന്നിൽ നിന്ന് ടിൻഡു ദാസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടിൻഡു, കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ, തുറന്ന പറച്ചിലുകൾ, ചില തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് തീരുമാനം മുഖ്യമന്ത്രി എടുത്തു എന്നുള്ളത് കൂടി പി.വി. അൻവറിന്റെ ഉള്ളിലുണ്ട്. എന്തായിരിക്കും സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ സംഭവിച്ചത്? പി.വി. അൻവർ മാധ്യമങ്ങളെ കാണുമോ? തീർച്ചയായിട്ടും വീണ, പി.വി. അൻവർ അല്പസമയത്തിനകം MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി വരുന്ന ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളായിരിക്കും. ഒരു സർക്കാരിന്റെ തന്നെ അനുകൂല MLA ആയിട്ടുള്ള പി.വി. അൻവർ സർക്കാരിനെ തന്നെ മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങളിൽ ശക്തമായിട്ടൊരു നടപടി സ്വീകരിക്കാതെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാതെ അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള MR അജിത് കുമാറിനെ ക്രമസമാധാന
ചുമതലയുള്ള MR അജിത് കുമാറിനെ മാറ്റാതെ സുജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതെ എന്ത് തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത് എന്നതാണ് അടുത്ത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത്. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ 3ാം നിലയിലെ മുഖ്യമന്ത്രിയുടെ റൂമിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ PV അൻവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി എന്ത് തിരിച്ചു പറഞ്ഞു, എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് ഇനി അടുത്ത മണിക്കൂറിൽ അറിയേണ്ടതായിട്ടുള്ളത്. അല്പസമയത്തിനകം PV അൻവർ മാധ്യമങ്ങളെ കണ്ട ഈ മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ച കാര്യങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് PV അൻവർ MLA ഹോസ്റ്റലിൽ വെച്ച ജലീലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KT ജലീലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ജലീലും MLAയും മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഇവിടെ എത്തുന്നു. ജലീൽ ഹോം സെക്രട്ടറിയെ കാണുന്നു. ഹോം സെക്രട്ടറി കണ്ടതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ ഒരു വിഷയങ്ങളും പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇനി ലഭിക്കേണ്ടത് PV അൻവറിന്റെ പ്രതികരണമാണ്. എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ADGP MR അജിത് കുമാർ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അതോടൊപ്പം തന്നെ പത്തനംതിട്ട SP സുജിത് ദാസ് തുടങ്ങിയവർക്കെതിരേക്ക് നേരത്തെ തന്നെ PV അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് DGPക്ക് ഈ സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന യാതൊരു കാര്യത്തിലും DGPക്ക് ഒരു റോളുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGP ആണ് പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഇറക്കുന്നത്. ADGP ആണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത്. അതിന് വിഴിഞ്ഞം സമരം തൊട്ടാണ് ഈ വിഴിഞ്ഞം സമയം, അതോടൊപ്പം തന്നെ ഇലത്തൂർ ട്രെയിൻ ആക്രമണം, അതിനുശേഷം വന്നിട്ടുള്ള വയനാട് ദുരന്തം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം തുടങ്ങിയ നിർണായക വിഷയങ്ങളിലൊക്കെ, അതുപോലെ തന്നെ കൊല്ലത്ത് നിന്നും കുട്ടിയെ കാണാതായ സംഭവം, ഇതിലൊക്കെ നിർണായകമായി ഇടപെട്ടിട്ടുള്ളത് ADGP ആണ്. അവിടെ DGPയുടെ റോള് വരുന്നില്ല. പിന്നീട് പല വിഷയങ്ങളിലും ഇത്തരത്തിൽ DGPയുടെ റോള് വരാതിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ DGP നടത്തേണ്ടിയുള്ള കൃത്യനിർവഹണങ്ങൾ ADGPയുടെ കയ്യിലേക്ക് പോകുന്നത്? സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലും പോലീസ് വിഭാഗങ്ങളുടെ ഉത്തരവുകളും പോലീസിലെ നിർണായക തീരുമാനങ്ങളും ADGPയുടെ കൈകളിലേക്ക് ഒതുങ്ങുന്നത്. ഇതിനെതിരെയൊക്കെ PV അൻവർ, സർക്കാരിന്റെ തന്നെ സ്വതന്ത്ര MLA ആയിട്ടുള്ള PV അൻവർ നിർണായകമായിട്ടുള്ള മൊഴികളും വിവരങ്ങളും വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് തുറന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പ് തുറന്നു കാട്ടിയത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. എന്നിട്ടും ADGPക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്കോ അതോടൊപ്പം തന്നെ സുജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനോ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ, ഗുരുതരമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പലതവണ ആവർത്തിച്ച് MLA ചോദിച്ചതാണ്. MLAയും നേരത്തെ ഈ PV അൻവറും അതോടൊപ്പം തന്നെ ADGP, അതോടൊപ്പം തന്നെ സുജിത് ദാസും SP സുജിത് ദാസും ഒക്കെ വളരെ അനുരഞ്ജനമായിട്ടുള്ള, വളരെ സൗഹൃദത്തോടെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ PV അൻവർ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരാണോ ഇവർ എന്നുവരെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും അടുത്ത മണിക്കൂറുകൾ ഈ രഹസ്യം ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് PV അൻവർ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ പല കാര്യങ്ങളും തുറന്നു പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആഞ്ഞടിക്കുന്നു. അപ്പോൾ കടുത്ത നടപടി വരുമെന്ന് നമ്മളൊക്കെ കരുതുന്നു. പക്ഷെ ഒരു അന്വേഷണ സംഘത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. സ്ഥാനചലനം പോലും ഉണ്ടാകുന്നുമില്ല. ഇത് പബ്ലിക്കായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടന്ന, മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ച, ജനങ്ങൾ മുഴുവൻ കേട്ട കാര്യമാണ് എങ്കിൽ ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം അൻവർ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ അറിയാനോ അതിന്മേലൊരു നടപടിയോ നമുക്ക് പ്രതീക്ഷിക്കാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോൾ ടിൻഡു ഒടുവിൽ പറഞ്ഞു നിർത്തിയതുപോലെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന ഈ ജനപ്രതിനിധികൾ എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ജനങ്ങളിൽ നിന്നും ഒളിച്ചു വയ്ക്കുന്നത്? ഒരുപക്ഷെ ഇത്തരത്തിൽ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പോലീസ് യോഗങ്ങളിലും അതുപോലെ തന്നെ പല പൊതുപരിപാടികളിലും പോലീസിനെ വേദിയിലിരുത്തി അല്ലെങ്കിൽ DGP ADGPനെയൊക്കെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി ശാസിക്കുന്നു എന്നതിനപ്പുറം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലോട്ടും അതോടൊപ്പം തന്നെ P ശശിയിലോട്ടും ADGPയിലോട്ടും ഇറങ്ങിച്ചെന്ന മുഖ്യമന്ത്രിക്ക് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ADGP തലവേദനയാണോ? അതും കൂടി അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്നതിലപ്പുറം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു അധികാര പരിധിക്കപ്പുറം ADGP MR അജിത് കുമാർ എന്ന വൻമരം വളർന്നു കഴിഞ്ഞോ എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്.
അതുകൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ADGPക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ പൊതു ഇടങ്ങളിൽ പരസ്യശാസനം നൽകുന്നതല്ലാതെ മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇന്നലെ പത്തനംതിട്ട SP-യെ ഇത്തരത്തിൽ സ്ഥലം മാറ്റുക എന്നതിൽ ഉപരി DGP ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുക മാത്രമാണ് ചെയ്തത്. ഒരുപക്ഷെ ഗുരുതരമായിട്ടും ചെയ്ത കുറ്റങ്ങൾ, അല്ലെങ്കിൽ PV അൻവർ MLA ഫോണിൽ വിളിച്ച് പല കാര്യങ്ങൾ ഏറ്റുപറയുകയും അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള മൊഴികൾ ഉൾപ്പെടെ, അതൊരു പക്ഷേ ഒരു മൊഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. റെക്കോർഡഡ് ആയിട്ടുള്ള ഡേറ്റ ADGPക്കെതിരെയും അതുപോലെ തന്നെ ഈ സുജിത് കുമാറിനെതിരെയുള്ള ഒരു മൊഴിയാണ് തന്നെ. ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ പോലും ശക്തമായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഒരുപക്ഷെ PV അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണേണ്ടി വരുന്ന. അതിനുശേഷം എത്രത്തോളം ശക്തമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാകും എന്ന് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാൻ ടിൻഡുവിലേക്ക് തിരിച്ചു വരാം. ശാലിനി ചേരുന്നുണ്ട് MLA ഹോസ്റ്റലിന് മുന്നിൽ നിന്ന്. ശാലിനി, സെക്രട്ടേറിയറ്റിൽ നിന്ന് MLA ഹോസ്റ്റലിലേക്ക് അധികം ദൂരമില്ല. അപ്പോൾ അവിടെ PV അൻവർ എത്തിച്ചേർന്നോ? ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അദ്ദേഹം സത്യസന്ധമായി പങ്കുവയ്ക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? കാരണം സെക്രട്ടറിനുള്ളിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവം അതൊട്ടും ചോരാതെ കൂടുതൽ തെളിവുകളുടെ പിൻബലത്തോടെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്ന് കൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരിക്കുന്നത്? മാധ്യമങ്ങളെ കാണുമോ? പോയതിനു ശേഷം താൻ തിരികെത്താം, മാധ്യമങ്ങളോട് സംസാരിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ കാത്തു നിൽക്കുന്നത്. ഇതൊക്കെ എന്തെങ്കിലും തരത്തിലൊരു ബോംബ് ഇനിയും PV അൻവറിന് പൊട്ടിക്കാനുണ്ടോ എന്നതാണ് മാധ്യമങ്ങൾ എത്തി നോക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശുദ്ധനായ ഒരു ADGP ഉദ്യോഗസ്ഥനായ ADGPക്ക് നേരെ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയ സാഹചര്യം ഇപ്പോൾ ജലീൽ അടക്കമുള്ളവർ മാധ്യമങ്ങളുടെ മനസ്സിലാക്കുന്നത്. എന്തായാലും MLA ഹോസ്റ്റലിൽ തുടരുകയാണ് PV അൻവർ. അല്പസമയം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നടത്തുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറെ നിർണായകമായിട്ടുള്ള പ്രതികരണങ്ങൾ പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു MLA ആണ് ഭരണപക്ഷ ചുമതലയുള്ള ADGPക്കെതിരെ ഇത്തരത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ അടക്കമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ നിലപാട് അക്കാര്യത്തിൽ എന്താണ്? മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകി? ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഉള്ളിലേക്ക് പോകുമ്പോൾ, സെക്രട്ടേറിയറ്റ് ഉള്ളിലേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അന്വേഷണ സംഘത്തിൽ തൃപ്തികരമാണോ എന്നുള്ളത്. പക്ഷേ ഒരു രീതിയിലും താൻ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി ആദ്യം കാണട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാലും അക്കാര്യത്തിലടക്കം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകളോ രേഖകളോ മുഖ്യന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നതും ഉറ്റുനോക്കേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും MLA ഹോസ്റ്റലിന് മുൻപിൽ കാത്തു നിൽക്കുകയാണ് മാധ്യമങ്ങൾ. PV അൻവറിന് ഇനി പറയാനുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി. അത് മാത്രമല്ല, പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വിഷയത്തിൽ പലവിധ പ്രതികരണങ്ങൾ അല്ലാതെയും വരുന്നുണ്ട്. എന്തായാലും എടുത്ത നടപടികളെ നിശ്ചിതമായി പ്രതിപക്ഷവും വിമർശിക്കുന്നുണ്ട്. മാറ്റി നിർത്തി അന്വേഷിക്കണമായിരുന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നു. അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ ഇടപെടലാണ് നടത്തിയത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ നടന്നത് എന്നും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ പ്രതികരണങ്ങൾ ഏതൊക്കെ തലത്തിൽ നിന്ന് വരുന്നുണ്ട് പ്രശാന്ത്? വീണ, അല്പസമയം മുമ്പാണ് PV അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നത്. അദ്ദേഹം MLA ഹോസ്റ്റലിലേക്കാണ് പോയിരിക്കുന്നത്. നിലവിൽ മാധ്യമങ്ങളെ കണ്ട് ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഈ വിഷയത്തിൽ വളരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നടക്കം പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചൊരു സമീപനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സംഭവം വന്നതിന് ശേഷവും മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനങ്ങളാണ്. അതായത് ഈ ആരോപണങ്ങൾ PV അൻവറിന്റെ ഭാഗത്ത്, അതായത് ഭരണപക്ഷ MLAയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേർക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നത്. ആ ആരോപണങ്ങളിലാണ് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനം. അതായത് ഇരുവരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നതിരിക്കെ ആ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിടുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. ഇതെല്ലാമാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. അതിനിടയിലാണ് PV അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം സംസാരിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി രാഷ്ട്രീയ കേരളം
ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങളടക്കം അൻവറിന്റെ ഭാഗത്തുണ്ടായി. അതിൽ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അൻവറിന്റെ ഭാഗത്തുണ്ടായത്, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. നമുക്കറിയാം, സംസ്ഥാനത്തെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു വെളിപ്പെടുത്തലാണ് PV അൻവറിന്റെ ഭാഗത്തുണ്ടായത്. ശബ്ദരേഖ അടക്കം കേരള സമൂഹം, മലയാള സമൂഹം കേട്ടതാണ്. ആ വിഷയത്തിലാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGPയെയുമാണ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഗുരുതരമായ ഒരു ആരോപണങ്ങൾ അഴിച്ചുവിട്ടത്. ആ അഴിച്ചുവിട്ടതും നിസ്സാരമായ ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന MLA യോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമല്ല. മാത്രമല്ല, ആ സംസ്ഥാനത്ത് തന്നെ ഈ ഭരണപക്ഷത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ MLA യുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ ഉണ്ടായത് എന്നതുമാണ് ഈ വിഷയത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുകയും ചെയ്തത്. മാത്രമല്ല, വാർത്താ പ്രാധാന്യം അടക്കം എന്നതിൻ്റെ ഒരു പ്രധാന കാരണം കൂടി ഈ വിഷയമാണ്. അതിൽ ആണ് ഇപ്പോൾ ആ വിഷയത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി എന്നതിനെ കുറിച്ച് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത്. അല്പസമയം മുമ്പാണ് PV അൻവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഇറങ്ങി വന്ന സമയം നമ്മൾ മാധ്യമങ്ങളിലൂടെ അത് കണ്ടതാണ്. അതിൽ അദ്ദേഹത്തിന്റെ ചെറിയൊരു ലഘു ചിത്രം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കും അല്ലെങ്കിൽ അസ്വസ്ഥനായിരിക്കുന്ന ഒരു PV അൻവറിനെയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുമായി ഉണ്ടായ സംസാരങ്ങൾക്കിടയിൽ എന്താണ് സംസാരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഇനി വിമർശനങ്ങളായി ഉന്നയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയിലുണ്ട് എന്തൊക്കെയാണ് സംഭവവികാസങ്ങൾ ഉണ്ടായതെന്നെല്ലാം ഇനി PV അൻവറിന്റെ ഭാഗത്തു നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നും അറിയുന്നു. എന്തായാലും ഈ 15 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച നീണ്ടത്. ആ കൂടിക്കാഴ്ച ശേഷമാണ് പിന്നീട് തിരിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് തന്നെ KT ജലീൽ MLAയും അദ്ദേഹത്തിനെ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും കൂടുതൽ MLA-മാർ, ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാർ അടക്കം ഈ വിഷയത്തിൽ വരുന്നു. ആ വിഷയത്തിൽ പ്രതികരണമായി വരുന്നു. മുഖ്യമന്ത്രി അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രതികരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയാലും ആ അന്വേഷണത്തിൽ കാര്യമായ ഒരു മാറ്റം അല്ലെങ്കിൽ കാര്യമായ ഒരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. കാരണം ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കാര്യക്ഷമമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ആ അന്വേഷണത്തിന്റെ അവസാനം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് വളരെ പ്രസക്തമാണ് പ്രശാന്ത്. ഈ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്നുള്ളതാണ്. കാരണം ഇതുവരെയും അൻവർ പുറത്തു പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. തെളിവുകളൊക്കെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. കൂടുതൽ ശക്തമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. സത്യസന്ധമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടും എന്നുകൂടിയാണ് നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് നമുക്ക് കരുതാം. കാരണം ഇതിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അടക്കമുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം വളരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് തീരുമാനം വരും, എന്ത് ചർച്ചയാണ് നടന്നത് എന്ന് അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞ് അറിയാൻ കഴിയും. MR അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഹസനമാകും. അന്വേഷണത്തിൽ DGP കടുത്ത അതൃപ്തിയിലാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാതെയുള്ള അന്വേഷണത്തോട് DGP യോജിച്ചിട്ടുമില്ല. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിന് ശേഷം MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് മടങ്ങി. PV അൻവറിന്റെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന സൂചന മുഖ്യമന്ത്രി നൽകിയത്. ഏത് ഉന്നതനായാലും അന്വേഷണം നേരിടേണ്ടി വരുമെന്നും കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ പോലീസിലെ ഏറ്റവും വലിയ വിശ്വസ്തനെ മുഖ്യമന്ത്രി കൈവിട്ടു എന്ന ഉന്നത ഉദ്യോഗസ്ഥർ പോലും കരുതി. പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതല ഇനി ആർക്കെന്നതിൽ ചർച്ചകളും തുടങ്ങി. പക്ഷേ മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എല്ലാം കലങ്ങിമറിഞ്ഞു. ADGPക്കെതിരെ അന്വേഷണം മാത്രം മതിയെന്ന് DGPയെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിൽ DGP എതിർപ്പറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ഇതോടെ MR അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണ കവചമൊരുക്കുമെന്ന് ഉറപ്പായി. അജിത് കുമാറിനെ മാറ്റിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ടി വരുമെന്നതാണ് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കിയത്. അങ്ങനെ വന്നാൽ മറ്റേതെങ്കിലും അന്വേഷണമുണ്ടായാൽ അത് തന്റെ ഓഫീസിലേക്ക് എത്തുമെന്നും മുഖ്യമന്ത്രി കണക്കുകൂട്ടുന്നു. MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണവും പ്രഹസനമായി. DGP കഴിഞ്ഞാൽ സംഘത്തിലുള്ള 2 പ്രധാന ഉദ്യോഗസ്ഥർ
MR അജിത് കുമാറിന് കീഴിൽ ക്രമസമാധാന ചുമതലയിൽ ഉള്ളവരാണ്. ഇതെങ്കിലും മാറ്റണമെന്ന DGPയുടെ നിർദ്ദേശവും നടപ്പായില്ല. ഇതോടെ കടുത്ത അസംതൃപ്തിയിലാണ് സംസ്ഥാന പോലീസ് മേധാവി. അതേസമയം MR അജിത് കുമാർ ഇന്നും പോലീസ് ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി. ജനം, തിരുവനന്തപുരം. KT ജലീൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. ഒരു ഓട്ടോ KT ജലീലും രാവിലെ PV അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അൻവറുമായി മുഖ്യ MLA ഹോസ്റ്റലിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയെ കാണാൻ PV അൻവർ സെക്രട്ടേറിയറ്റിലെത്തിയതും അവിടെയും വളരെ കൃത്യമായ കാര്യങ്ങൾ അൻവർ ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ എന്നാണ് അറിയാൻ കഴിയുന്നത്. പല മേഖലകളിൽ പല തരത്തിലുള്ള വഴിവിട്ട ഇടപെടലുകൾ നടന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, തെളിവുകൾ, രേഖകൾ തന്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വെറും ആരോപണങ്ങൾ മാത്രമല്ല എന്നും വ്യക്തമാക്കിയിരുന്നതാണ് അൻവർ. അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നില്ല. മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇന്നലെ തന്നെ PV അൻവർ മുഖ്യമന്ത്രിയെ കാണുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം മുന്നോട്ട് വെച്ച വളരെ പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സശ്രദ്ധം ഈ കാര്യങ്ങൾ കേട്ടു. അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ് ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, നീ പറഞ്ഞല്ലോ ആരെ മാറ്റി എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കായ സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂറായോ? ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുക? തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. ഒരു കീഴുദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്.
ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്, ഈ നാടിനെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിക്കുന്നത്. ഇത്ര വലിയ പരാതി ഉണ്ടെങ്കിൽ നേരത്തെ അത് മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയാൽ മതിയായിരുന്നില്ലേ? എന്തിനാണ് ആഭ്യന്തര വകുപ്പിനെ വരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിലേക്ക് പോയത്? ഞാൻ വലിയ പ്രതീക്ഷയിലാണ്, നിങ്ങൾക്കറിയാലോ. ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. ചീഫ് മാസ്റ്ററാണ് സാർ, ഇതിനകത്ത് പറ്റത്തില്ല സാർ. അന്നി വെളി പോകണം, അല്ലെ സാറിന്റെ റൂമിൽ കൊണ്ടുപോകണം. അവസാനിച്ച് കഴിഞ്ഞു. അങ്ങോട്ട് പോകണം കേട്ടോ. അല്ല, പിടിച്ചു മാറ്റില്ലേ? നമ്മളെ അദ്ദേഹം മാധ്യമപ്രവർത്തകനാണല്ലേ, നിങ്ങളെന്താ പിടിച്ചു മാറ്റുന്നത്? മോശമല്ലേ? ഇവിടെ പിടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ഒറ്റ കാര്യം, അതായത് തെളിവുകളുടെ ഓഡിയോ സന്ദേശമാണ് ഒരു അന്വേഷണം ഇല്ലാത്തത്. അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒറ്റ ചോദ്യം, ഒറ്റ PV അൻവർ മാധ്യമങ്ങളെ കണ്ടു. ഇത് തെളിവുകൾ, തനിക്ക് നൽകാനുള്ള വിവരങ്ങൾ, ഇതെല്ലാം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശമോ നിലപാടോ എടുക്കുക തൻ്റെ ഉത്തരവാദിത്വമല്ല. മുഖ്യമന്ത്രിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകി എന്നാണ് അൻവർ പറയുന്നത്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു, എഴുതി നൽകി എന്ന് അൻവർ പറയുന്നു? വീണ, പോലീസിലെ ഒരു വിഭാഗം പുഴുക്കുത്തുകളാണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അന്വേഷണ ഏജൻസിയുമായി താൻ സഹകരിക്കും, അവർ ഏതെങ്കിലും തരത്തിൽ തന്നെ സമീപിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ ചില സംഭവ വികാസങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് നിലമ്പൂർ MLA PV അൻവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, പരാതി CPM സംസ്ഥാന സെക്രട്ടറിക്കും നൽകുമെന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ തന്നെ ഇതോടെ ഒരു സഖാവ് എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നു എന്നുള്ളതാണ് MLA PV അൻവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ MR അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടത് സർക്കാർ എടുക്കേണ്ട തീരുമാനം അത് സർക്കാരിന്റെ കീഴിലുള്ള കാര്യമാണ്, അല്ലാതെ മറ്റുള്ളവരെ വ്യക്തിയുടെ കീഴിലുള്ള കാര്യമല്ല. അതിൽ തീരുമാനം എടുക്കേണ്ട വ്യക്തി മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അദ്ദേഹം ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് അദ്ദേഹം പുറത്തു പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ കണ്ട് കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. ആ ധരിപ്പിച്ച കൂട്ടത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് PV അൻവറിന്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, MR അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെയും അതിരൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം പുറത്തോളമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. മാത്രമല്ല, പോലീസിന്റെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം അത് സംസ്ഥാന പോലീസ് സേനയെ മുഴുവൻ അപകടത്തിലാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുമെന്ന് പറയുമ്പോൾ ഈ തെളിവുകളടക്കം അന്വേഷണ ഏജൻസിക്ക് നൽകുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പോരിൽ ഉറച്ചു തന്നെയാണ് PV അൻവർ എന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും സൂചനകളുമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളടക്കം പുറത്തുവിടാനുള്ള സാധ്യതകളുമുണ്ട്. മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ അതോ സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് തിരികെ MLA പോസ്റ്റിനെയും
പി.വി. അൻവർ എത്തിയിരിക്കുകയാണ്. പി.വി. അൻവർ എംഎൽഎ ഹോസ്റ്റലിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരികെ ഇതിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പി.വി. അൻവർ വരും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സംസ്ഥാന സർക്കാരിനെ പി.വി. അൻവർ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു എംഎൽഎ, ആ വിശ്വസ്തനായ എംഎൽഎ ആണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തയുടെ അതീവ ഗുരുതര സ്വഭാവമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ കൊലപാതകമായിട്ടുള്ള ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത്കുമാറിന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ നിലമ്പൂർ കേസ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണത്തിൽ ചില അട്ടിമറി നടത്താൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ എം.ആർ. അജിത്കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ. പക്ഷേ ശാലിനി, ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ടതിന്റെ അത്രയും, അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടതിന്റെ അത്രയും ആർജവം ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറയേണ്ടി വരും. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി നൽകിയതിന് ശേഷം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഇനിയെല്ലാം തീരുമാനിക്കട്ടെ എന്ന നിലപാടിൽ, മുഖ്യമന്ത്രി ഇനിയെല്ലാം തീരുമാനിക്കും, മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പോയി എങ്കിൽ ഇനി ഈ വിഷയത്തിന്മേൽ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ ശേഷവും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം നൽകിയ എല്ലാം എഴുതി നൽകി എന്ന് അൻവർ പറയുമ്പോഴും ഇനി മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി, ഇനി തനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി എല്ലാത്തിനും ഒടുവിൽ മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും നമ്മൾ ഇനി ഒന്നും അറിയാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പാർട്ടി സെക്രട്ടറിക്കും ഇത് നൽകും എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും രണ്ട് വഴിക്ക് പോയാൽ മാത്രമാണ് ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് പോവുക എന്നല്ലേ കരുതേണ്ടത്? വീണ, അത് തന്നെയാണ്. കാരണം പാർട്ടിക്ക് ഔദ്യോഗികമായി ഇതുവരെ ഈ കേസുകളോ അല്ലെങ്കിൽ ഈ പരാതിയോ അത്തരത്തിൽ ഒരു കാര്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. കാരണം ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഗുരുതര സ്വഭാവത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു. തെളിവുകൾ പുറത്തുവിട്ടത് മാധ്യമങ്ങൾക്ക് മുൻപിലാണ്. ഔദ്യോഗികമായി പാർട്ടി കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലോ സംസ്ഥാന സമിതിയിലോ അത്തരത്തിലുള്ള ഒരിടത്തും ഈ ഒരു പരാതി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആകെ എത്തിയത് ഇന്ന് ഔദ്യോഗികമായി എത്തുന്നത് മുഖ്യമന്ത്രിയുടെ അരികിലേക്കാണ്. അത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ സമയം എടുത്ത് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കൃത്യമായ രേഖകളടക്കം എഴുതി നൽകുന്നു. അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നു. അതിനുശേഷം തിരികെ വരുന്നു. ഇനി വേണ്ടി വന്നാൽ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കൂടി ഏൽപ്പിക്കും. അതിന് താൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ താനിത് അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് അനുനയ നീക്കം നടന്നിട്ടില്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നത് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം. ഇത്തരത്തിൽ പി.വി. അൻവറിന്റെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിൽ ഗുരുതര സ്വഭാവത്തോടു കൂടി ആ വിഷയത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ അരികിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവ് കൂടിയാണ് PKC, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെയും നൽകുന്ന വിവരങ്ങൾക്ക് മുന്നിൽ പരാമർശങ്ങൾ ഉണ്ടാകും, രേഖകൾക്കുള്ളിൽ പരാമർശങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പാർട്ടി നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നതിനപ്പുറം പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് സംശയമില്ല. കാരണം അതീവ ഗുരുതര സ്വഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് തിരിച്ചു വരാം. ജനാധിപത്യപരമായി കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയുള്ള പരാതിയാണ് അൻവർ നൽകിയിരിക്കുന്നത്. അതും സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് നൽകിയിരിക്കുന്നത്. ഇനി പാർട്ടി സെക്രട്ടറിയിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ, അത് പാർട്ടി ആവശ്യപ്പെടുമോ, ഇനി ആവശ്യപ്പെട്ടാൽ തന്നെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതൊക്കെ കേരളത്തിൽ സമീപകാലത്തോ അല്ലെങ്കിൽ ഈ രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തോ നടന്ന മിക്ക സംഭവങ്ങളും എടുത്തു നോക്കിയാൽ മതിയാകും. പാർട്ടിയെ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനം, മറിച്ചൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ട വിഷയമാണ്. തിരിച്ചു വരാം ഞാൻ, ഇടവേള.
PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ചില രേഖകൾ സമർപ്പിച്ചു, തെളിവുകൾ നൽകി, കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, പരാതിയായി എഴുതി നൽകി എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. പക്ഷേ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ. അത് മാത്രമല്ല, മിക്ക ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറഞ്ഞുമില്ല. പി ശശിയെക്കുറിച്ച് ചോദിച്ചപ്പോഴും മൗനം മാത്രമായിരുന്നു. പരസ്യ പ്രസ്താവനകളൊന്നും ഇനി നടത്തേണ്ടതില്ല ഇക്കാര്യത്തിൽ എന്നുകൂടി അൻവർ തീരുമാനിക്കുകയാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അൻവറിന്റെ വാക്കുകളിൽ നിന്നുള്ളത് വ്യക്തമായിരുന്നു എന്താണ് നടന്നത്. അൻവർ പൂർണ്ണമായും ഈ വിഷയത്തിൽ മെരുങ്ങിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നുകൂടിയാണ് പറയേണ്ടി വരിക. ശാലിനി ചെയ്യുന്നുണ്ട്. ശാലിനി, ADGP MR അജിത് കുമാർ, മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, സ്വർണ്ണക്കടത്ത് കേസ്, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പരാതികൾ, ഇതെല്ലാം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് എന്നിരിക്കെ അദ്ദേഹം PV അൻവർ എഴുതി കൊടുത്ത ഈ പരാതിയോ അതിന്മേൽ ഇനിയൊരു നടപടിയോ ഒരു അന്വേഷണമോ മാറ്റി നിർത്തലോ ഒക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടായാൽ അത് വളരെ നല്ലത്. മുഖ്യമന്ത്രി അത്തരത്തിൽ നമുക്ക് ബഹുമാനിക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം എത്തി നിൽക്കുന്നത് അവിടെ ആയതുകൊണ്ടും ഇനിയൊരു പരസ്യ പ്രസ്താവന വേണ്ട, പരസ്യ പ്രതികരണം വേണ്ട എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുക കൂടി ചെയ്തതോടെ ലാൽ സലാം പറഞ്ഞു പോയ PV അൻവർ ഇനി തിരികെ വരുമോ? മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. രേഖകളടക്കമുള്ള കാര്യങ്ങൾ, തെളിവുകളടക്കമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു പരസ്യ പ്രതികരണം, അതായത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഭരണപക്ഷ MLA-മാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ ഒക്കെ സർക്കാരിനെ പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കി പ്രസ്താവനകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും നേതൃത്വവും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. പരസ്യ പ്രസ്താവനകൾ ഇനി വേണ്ട എന്നുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരസ്യ പ്രസ്താവന ഇനി PV അൻവർ നടത്തേണ്ട എന്നുള്ളൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ അത് ലംഘിച്ചുകൊണ്ടൊരു പരസ്യ പ്രസ്താവനയിലേക്ക് PV അൻവർ ഇനി കടക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബോംബുകൾ ഇനി പൊട്ടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച സമാപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവസാനിപ്പിച്ച് PV അൻവർ തിരികെ MLA ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് തന്നെ തിരികെ നാട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും തൃപ്തികരമാണോ ഈ അന്വേഷണത്തിന് എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യത്തിന് അത് അത്തരത്തിൽ തൃപ്തികരമല്ല എന്നും ആണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിലോ അല്ലെങ്കിൽ അന്വേഷണത്തിലോ താൻ തൃപ്തനല്ല എന്നുള്ളത് അടിവരയിട്ട് PV അൻവർ ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എല്ലാ രീതിയിലും തനിക്ക് നൽകാനുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇത് ഉടൻ തന്നെ നൽകാനുള്ള തീരുമാനമാണ് താൻ എടുക്കുന്നത്. അത് ഉടൻ തന്നെ നൽകുമെന്നുള്ള കാര്യം കൂടി PV അൻവർ പറയുകയാണ്. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം മുൻപൊങ്ങും ഒരു പാർട്ടി വേദിയിൽ പ്രതികരണങ്ങൾ നടത്താത്ത അല്ലെങ്കിൽ ഒരു പാർട്ടി ഉന്നത ചുമതലയിൽ ഇരിക്കുന്ന ആരോടും ഇക്കാര്യം ഒരു ഫോണിലൂടെ പോലും പറയാത്തൊരു വ്യക്തിയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നടത്തിയിട്ട് ഉള്ളത്. അതും ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല പാലിക്കുന്ന അല്ലെങ്കിൽ ചുമതല കൈയാളുന്ന ADGP MR അജിത് കുമാറിനെതിരെ ഒന്ന് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന്റെ ബന്ധമുണ്ട്, ചില കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ADGPക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ തെളിവുകളടക്കം അദ്ദേഹം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ തെളിവുകളടക്കം മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ താൻ തൃപ്തനല്ല എന്നുള്ള സൂചനകൾ അദ്ദേഹം തന്നെ നൽകുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇനി എന്ത് നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇനി മുഖ്യമന്ത്രി തീരുമാനങ്ങൾ മാറ്റി മറ്റൊരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രതിരോധത്തിലാകുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഇതെല്ലാം അവസാനമായി ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുമുള്ളത്. ആ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഒപ്പം തന്നെ തന്റെ ഏറ്റവും വിശ്വസ്തനായ ക്രമസമാധാന ചുമതല പാലിക്കുന്ന MR അജിത് കുമാറിനെയും ഏത് തരത്തിൽ ഇനി മുഖ്യമന്ത്രി സംരക്ഷിക്കും, അവർക്കൊരു സംരക്ഷണ കവചം ഒരുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാനോ ഒക്കെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. DGPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DGPയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ കൂടെയുള്ളത് ആ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പലരും ഈ ADGPയുടെ കീഴുദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ജൂനിയർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മേലുദ്യോഗസ്ഥനെ പറ്റി കീഴുദ്യോഗസ്ഥർ എങ്ങനെയായിരിക്കും ഇനി അന്വേഷണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്.
മാത്രമല്ല അങ്ങനെയെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള നടപടി മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് എത്തും, അതിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ മുഖ്യമന്ത്രി നടത്തും എന്നുള്ളതും ഒരു ആശങ്കയും ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച വിവാദങ്ങൾ പത്തനംതിട്ടയിലൂടെ തിരുവനന്തപുരത്തെത്തി, കോട്ടയത്തൂടെ അത് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ്. ആ വിവാദങ്ങൾ തലസ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പാർട്ടി സെക്രട്ടറിയുടെ മുൻപാകെ PV അൻവർ എപ്പോൾ എത്തും, എപ്പോൾ ഈ രേഖകളും ഈ തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് സമർപ്പിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി സെക്രട്ടറി ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് അറിയണം. ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ മറ്റേതെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും വിവാദങ്ങൾ ഒരു രീതിയിലും കെട്ടടങ്ങുന്നില്ല. ഒപ്പം തന്നെ നിലപാടിൽ ഉറച്ചു തന്നെ നിലമ്പൂർ MLA PV അൻവർ തുടരുകയുമാണ്. വീണ, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച കാര്യങ്ങളും സംഭവ വികാസങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. സത്യസന്ധമായുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പരാതി CPI സംസ്ഥാന സെക്രട്ടറിക്കും നൽകും. ഇതോടെ ഒരു സഖാവ് എന്ന രീതിയിലുള്ള എൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിലാണ് ഒരു പക്ഷേ നമുക്ക് ആശങ്ക ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ, ഈ വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞതോടെ അതൊരു നനഞ്ഞ പടക്കമായി മാറിക്കഴിഞ്ഞുവോ എന്ന കാര്യം. കാരണം ഈ ഉത്തരവാദിത്വം അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ച് നിലമ്പൂർക്ക് അദ്ദേഹം മടങ്ങിപ്പോയാൽ MR അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടതടക്കമുള്ള കാര്യങ്ങളിൽ ശശിയുടെ കാര്യത്തിൽ, ഒപ്പം സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹം വളരെ കൃത്യമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞതാവട്ടെ പോലീസിലെ ഒരു വിഭാഗം നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിഭാഗം ഒരു ചെറിയ വിഭാഗമായിരിക്കാം, വലിയ വിഭാഗമായിരിക്കാം, അതിൽ മാറ്റി നിർത്തേണ്ടതുണ്ടോ മാറ്റി നിർത്താതിരിക്കണമോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇനി മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് അൻവർ മടങ്ങുമ്പോൾ അൻവർ ഇനി തിരിച്ചു വരും, മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കും, കടുത്ത നിലപാടുകൾ വേണമെന്ന് ആവശ്യപ്പെടും എന്ന് നമ്മൾ ഇനി കരുതണോ ശാലിനി? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നനഞ്ഞ പടക്കമാകുകയാണോ നിലമ്പൂർ MLAയുടെ ഈ പൊട്ടിത്തെറികൾ, ഈ വിവാദങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ ആ പടക്കം, പൊട്ടിയ പടക്കം അവിടെ ചീറ്റിപ്പോകുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പല ഘട്ടങ്ങളിലും പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ പാർട്ടി പുറത്തിറക്കുന്ന ഒരു ക്യാപ്സ്യൂളുകളുണ്ട്. അതിന്റെ ഭരണപക്ഷ MLAമാരും മന്ത്രിമാരും ഒക്കെ പരസ്യ പ്രതികരണങ്ങൾ ഇനി നടത്താൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നടപടികൾ സമാനമായി തന്നെയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഏകദേശം 15 മിനിറ്റിലധികം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ MLA ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സഖാവ് എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ താൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് താൻ ചെയ്തു, ഇനി അതിൽ കൂടുതലൊന്നും തനിക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ്. അത് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, എത്തിക്കേണ്ടവരുടെ മുന്നിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്, ഇനി തനിക്ക് വിശ്രമമാണ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ വിശ്രമം എന്നുള്ളതിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയും പ്രതികരണങ്ങൾ വരുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം PV അൻവർ MLA ആണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇങ്ങനെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെ ഇരട്ടി ശക്തി ആർജിച്ചുകൊണ്ട് പിന്നീട് അത് പ്രതികരണങ്ങളായി അദ്ദേഹം പുറത്തു കൊണ്ടുവരാറുമുണ്ട്. സമാനമായ രീതിയിലായിരിക്കുമോ കാര്യങ്ങൾ, അതോ മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുമോ എന്നുള്ളതാണ്, അതോ ഏതെങ്കിലും തരത്തിലുള്ള താക്കീത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നൽകിക്കൊണ്ട് ഈ പ്രശ്നം ഇവിടെ ഒതുക്കാനുള്ള ശ്രമമാണോ മുഖ്യം നടത്തുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായി നിലകൊള്ളുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് ഇവരെല്ലാം. ആ എല്ലാ വിശ്വസ്തരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. PV അൻവർ ആയിക്കോട്ടെ, ശശി ആയിക്കോട്ടെ, ഒപ്പം തന്നെ ADGP MR അജിത് കുമാർ ആയിക്കോട്ടെ, ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് അവസാനം ചെന്ന് നിൽക്കുന്നത് തൻ്റെ ഓഫീസിലേക്കായിരിക്കും. വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഒരു സംരക്ഷണ വലയം എല്ലാവർക്കും തീർത്തുകൊണ്ട് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജൂനിയർ ഉദ്യോഗസ്ഥർ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ ക്കെതിരെ അന്വേഷണം നടത്തി നൽകുന്ന റിപ്പോർട്ട്, അതാണ് ഇനി ഈ ഒരു മാസത്തിനുള്ളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാകും, അതോ ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും MR അജിത് കുമാറിന് വേണ്ടി അല്ലെങ്കിൽ MR അജിത് കുമാറിനായി ജൂനിയർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി DGP മുഖേന സർക്കാരിന് മുൻപിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. അതേസമയം തന്നെ വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയായി കൊണ്ടുവന്ന പല ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ നനഞ്ഞ പടക്കമായി മാറി എന്നുള്ളതിൽ സംശയമില്ല. വീണ, ശാലിനി തുടരുക. ഏതായാലും PV അൻവർ ഇതിപ്പോൾ തിരിച്ചുപോയി, അദ്ദേഹം നിലമ്പൂർക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ പരസ്യ പ്രസ്താവനകൾ ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഇതിൽ CPM-നുള്ള അതൃപ്തി TP രാമകൃഷ്ണൻ അറിയിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ മുന്നണിയിൽ പറയണമായിരുന്നു. ഏതായാലും മുന്നണി ബന്ധങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും
ആ തരത്തിൽ ഈ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ എങ്ങനെ പുകയും എന്ന കാര്യം വ്യക്തവുമല്ല. ADGP MR അജിത് കുമാറിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA ഇന്ന് അതെല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ ശേഷം ഇനി മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ സലാം പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിലനിന്നു. ഇതിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. പക്ഷേ അതിനുശേഷം ഉത്തരവിറങ്ങിയപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ലഘൂകരിച്ച ഒരു ഉത്തരവാണ് ഇറങ്ങിയത്. ശാലിനി, നമുക്കറിയാം ഇപ്പോൾ ഈ വിഷയത്തിൽ പുറത്തിറങ്ങിയ ഒരു അന്വേഷണ ഉത്തരവിലാവട്ടെ MR അജിത് കുമാറിനെതിരെ ഉള്ള പരാതികളെന്നോ P ശശിക്കെതിരെയുള്ള പരാതികളെന്നോ എടുത്തു പറയാതെ ലഘൂകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടാണ് അന്വേഷണം നടത്താനുള്ള സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇത്ര കടുത്ത വാക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ PV അൻവർ നൽകിയ പരാതിയിലും ഒരു പക്ഷേ എന്തൊക്കെ കാര്യങ്ങളിന്മേൽ അല്ലെങ്കിൽ എത്ര പേജുകൾ അത് പുറത്തു വരും, അതിൽ നിലപാടുകൾ വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ പക്ഷേ അറിയേണ്ട മറ്റൊരു കാര്യം പ്രതികരണങ്ങളാണ്. ഒന്ന്, LDF എടുക്കുന്ന തീരുമാനം എന്താണ്, പ്രതികരണം എന്താണ്, CPM-ന്റെ തന്നെ മറ്റ് നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ്, പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുന്നു, എല്ലാത്തിനും ഉപരി DGP പോലും കടുത്ത നിലപാട് സ്വീകരിച്ച സാഹചര്യമല്ലേ ശാലിനി ഉള്ളത്? വീണ, അത് തന്നെയാണ്. കാരണം എല്ലാ ഒടുവിൽ സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യന് വഴങ്ങി PV അൻവർ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് ഒറ്റ വരിയിൽ പറയാൻ കഴിയുക. കാരണം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ബോംബുകൾ പൊട്ടിച്ച്, അതായത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് കാര്യങ്ങൾ ADGP MR അജിത് കുമാറിന് നേരെ അദ്ദേഹം തുറന്നു വിട്ടിരുന്നു. ഓരോ പടക്കങ്ങളും അതീവ ഗൗരവമുള്ള പടക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ എത്തി എഴുതി നൽകുമ്പോൾ അത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാം ലഘൂകരിച്ചുകൊണ്ട് ഇത് വലിയ കാര്യമല്ലാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് ഇതിനെ തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അതീവ ഗൗരവത്തോടു കൂടി നിലമ്പൂർ MLA ഉന്നയിച്ച പല കാര്യങ്ങൾ, സ്വത്ത് സമ്പാദന കേസ്, ഒപ്പം തന്നെ നിലമ്പൂരിലെ ചില കേസുമായി ബന്ധപ്പെട്ട് ADGP-യുടെ ഇടപെടൽ, സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുകൾ, ഒപ്പം തന്നെ സോളാർ കേസിലെ ഇടപെടലുകൾ, തൃശൂർ പൂരം അടക്കം കഴിഞ്ഞ നാളുകളിൽ തൃശൂർ പൂരം ഏറ്റവും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായത് ADGP MR അജിത് കുമാർ ആണ് എന്നുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്നിട്ടും അതിൽ കാര്യമായ നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതൊരു സൂചന കൂടിയാണ് ഈ ഉത്തരവുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ മുഖ്യമന്ത്രി കാണിച്ചൊരു ചൂട്, ആ ചൂട് പിന്നീട് കണ്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയോടുകൂടി കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനം, പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അത് കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ നിലപാടായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ചില നാടകീയതകൾ അതിനിടയിൽ സംഭവിച്ചു. കർക്കശക്കാരനായ മുഖ്യമന്ത്രി ആർക്കൊക്കെയോ വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി നിലപാടുകൾ മയപ്പെടുത്തുന്ന ഒരു സമീപനം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ ഒടുവിലാണ് ഈ ഉത്തരവുകളടക്കം പുറത്തേക്ക് വന്നത്. അന്വേഷണം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ചുമതലകളിൽ മാറ്റി നിർത്തുമെന്ന് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന ADGP MR അജിത് കുമാറിനെ അതേ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുക, അദ്ദേഹത്തെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനെതിരെ പരാതിയിൽ അന്വേഷണം നടത്താൻ ഏൽപ്പിക്കുക, അതുമാത്രമല്ല ആരോപണ വിധേയനായ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക, പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി അടക്കമുള്ളവരെ സംരക്ഷിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും ഒരാളെ താൻ കൈയൊഴിഞ്ഞാൽ അത് തനിക്ക് കുരുക്കാകും, അല്ലെങ്കിൽ തനിക്ക് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് അത് മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നോണമാണ് ഈ ഉത്തരവുകളും. ഒപ്പം തന്നെ PV അൻവർ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രതികരണങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച PV അൻവർ ആണ് ഇപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം മയപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇനി ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ള സൂചനകൾ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്തെല്ലാം പറഞ്ഞു, ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് എല്ലാം തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ, ഒരു സഖാവ് എന്ന നിലയിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒറ്റ വാക്കിൽ അദ്ദേഹം ഉത്തരം പറയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നു, അല്ലെങ്കിൽ എവിടേക്കോ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള
സൂചനകളാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. വീണ. ശരി ശാലിനി, പുലി പോലെ വന്ന അൻവർ എലി പോലെ മടങ്ങി എന്ന് പറയേണ്ടി വരും. കാരണം ലാൽ സലാം പറഞ്ഞ അദ്ദേഹം പോയി, പറയാനുള്ളതൊക്കെ പറഞ്ഞു, എഴുതി നൽകി, പക്ഷെ തെളിവുകളൊന്നും കൈമാറിയില്ല എന്ന് കൂടി അറിയുന്നു. ഇക്കാര്യത്തിൽ ഇനി പരസ്യ പ്രസ്താവന വേണ്ട എന്ന നിർദ്ദേശം കൂടി ലഭിച്ചതോടുകൂടി അൻവർ മടങ്ങി. അപ്പോൾ ഈ വിഷയം എങ്ങനെയായിരിക്കും സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ അവസാനിക്കാനുള്ള സാധ്യത? ഇപ്പോൾ നൽകിയിരിക്കുന്ന അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഈ പറയുന്ന പേരുകളൊന്നും ഇല്ല എന്നിരിക്കെ എന്താകും ഈ അന്വേഷണത്തിൻ്റെ ഗതി എന്ന കാര്യം ഒരുപക്ഷെ മറ്റ് കേസുകൾ പരിശോധിച്ചാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇടവേള. PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലല്ല, പരസ്യ പ്രസ്താവന വേണ്ടിയിരുന്നു എന്ന് PV അൻവർ പരിശോധിക്കട്ടെ എന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു. ശ്രീ അൻവർ MLA ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ്. ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല, തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും. അതാണ് കേരളത്തിൻ്റെ അനുഭവം, അതാണ് തുടരാനും ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഇപ്പോൾ പ്രതിക്കൂട്ടിലല്ല. അത് അദ്ദേഹം പരിശോധിക്കട്ടെ. ഇത് പരസ്യമായി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ.